ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കത്രികയല്ല, ഈ ബ്ലഡ് സർക്കുലേഷൻ കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർസെപ്സ് പോലുള്ള ഒരു ഉപകരണമാണ്, അതിനൊരു പേരുണ്ട്. അതാണ് കുടുങ്ങിപ്പോയത്. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഒരു ടീം ആണ് ഈ ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്നത്. ആ ടീമിൽ നേരത്തെ തന്നെ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞാൽ തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഉപകരണങ്ങളെല്ലാം തിരിച്ചുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തുന്നത് എന്തിനാണ്? ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ ബോഡി കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ വലിയ രക്തപ്രവാഹം ഉണ്ടാകും. ജീവനുള്ള മനുഷ്യൻ്റെ ശരീരത്തിലാണല്ലോ ഇത് ചെയ്യുന്നത്. ആ രക്തപ്രവാഹം നിയന്ത്രിക്കുന്നതിനിടയിൽ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിനിടയിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ അതായിരിക്കും അവരുടെ ഒരു വലിയ ശ്രദ്ധ, ഈ രക്തപ്രവാഹം നിയന്ത്രിച്ച് രോഗിക്ക് ബുദ്ധിമുട്ടില്ലാതെ ആക്കി തീർക്കാൻ. അതിനിടയിൽ ചിലപ്പോൾ അപൂർവമായി ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു പ്രത്യേകതയാണ്. ഇതാദ്യമായിട്ടല്ല, പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വളരെ പാവപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ് ഇതിന് വിധേയമായി എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ വന്നാൽ നമ്മളെന്താ ചെയ്യുക? അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലോകം മുഴുവൻ പരിശോധിച്ചാലും അപൂർവമായി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് മറികടക്കാനുള്ള മാർഗം എന്താണ്? ഇതിന് ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് 3-4 വർഷം മുമ്പ്, ഇപ്പോൾ 2021 മെയ്യിലാണ് സംഭവിച്ചതെന്ന് പറയുന്നു. മെയ് മാസം എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിഷനിലായിട്ടൊരു സമയം കൂടിയാണ് ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം. പഴയ ഗവൺമെൻറ് പോയി പുതിയ ഗവൺമെൻറ് വരാനിരിക്കുന്ന ഒരു ട്രാൻസിഷൻ പീരിയഡാണ്. ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, ഉദ്യോഗസ്ഥർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആണ് ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10,000-കണക്കിന് ഓപ്പറേഷനുകളാണ് ഗവൺമെൻറ് ആസ്പത്രിയിൽ നടക്കുന്നത്. ഞാൻ നേരത്തെ ആരോ ചോദിക്കുമ്പോൾ പറഞ്ഞു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഒരു ദിവസം ഇത്ര ഓപ്പറേഷനൊന്നും നിജപ്പെടുത്താൻ സാധിക്കും. അവിടുത്തെ ഒരു ഡോക്ടർ ചെയ്യേണ്ടുന്ന ഓപ്പറേഷൻ ഇത്രയാണെന്ന് പറഞ്ഞ് നിജപ്പെടുത്താൻ സാധിക്കും. നമുക്കങ്ങനെയല്ല. നമുക്ക് ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് വരും. അപ്പോൾ അതിനനുസരിച്ച് മുഴുവൻ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഒരു ഡോക്ടർ തന്നെ ഒരുപാട് ഓപ്പറേഷനുകളൊക്കെ ഒരു ദിവസം ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിനനുസരിച്ച് സ്റ്റാഫ് സ്ട്രെങ്ത് കൂട്ടിക്കൂടെയും ചോദിക്കും. പരമാവധി കേരളത്തിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ 10-15,000-ലേറെ പോസ്റ്റ് ആരോഗ്യ മേഖലയിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. പുതിയ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് 2016-ൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ജനസംഖ്യയുടെ 33% ആളുകളെ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഗവൺമെൻറ് സംവിധാനത്തോടുള്ള വിശ്വാസക്കുറവാണോ അതല്ല സൗകര്യക്കുറവാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സംവിധാനം വളരെയേറെ മെച്ചപ്പെടുത്തി. അങ്ങനെ മെച്ചപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ 52% ആളുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോൾ തിരക്കും കൂടുന്നുണ്ട്. നമ്മൾ കഴിവിൻ്റെ പരമാവധി പോസ്റ്റ് ക്രിയേഷനും നിയമനവും ഒക്കെ നടത്തുന്നുണ്ട്. എന്നാലും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇതിൽ ഈ ഉപകരണം വയറ്റിൽ കുടുങ്ങിയിട്ടും വേദനയൊക്കെ ആയിട്ട് അവർ നിരവധി ഹോസ്പിറ്റലുകളിൽ പോയിരുന്നു. അപ്പോഴൊന്നും ഒരു എക്സ്റേ എടുക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആ സമയത്ത് നേരത്തെ തന്നെ എക്സ്റേ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊരു ഉപകരണം പെട്ടുപോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും അപ്പോൾ തന്നെ ഓപ്പറേറ്റ് ചെയ്തത് മാറ്റാനും സാധിക്കുമായിരുന്നു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും സംശയാസ്പദമായി വരുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ആധുനിക ഉപകരണങ്ങൾ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഉണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറ്റം തീർത്ത് ഒരു പരിശോധന, കാരണം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് കണ്ടെത്താനുള്ള പരിശോധന നടത്തണം. അപ്പോൾ തന്നെ പ്രശ്നം പരിഹരിച്ചു പോകാൻ സാധിക്കണം. ഈ ദൗർഭാഗ്യകരമായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് കേരളത്തിൻ്റെ ബഹുമാനിയായിട്ടുള്ള ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും അവർ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ മെഡിക്കൽ രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാലും അങ്ങനെ പറയേണ്ടതില്ല. കാരണം അത് അവിടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണല്ലോ ആ സഹോദരി ഇങ്ങനെ ബുദ്ധിമുട്ടിലായത്. അപ്പോൾ അതൊരു വിഷമവും ഇല്ല എന്ന് അവർ പറഞ്ഞാലും വിഷമം ഉണ്ടായി എന്നുള്ളത് അനുഭവസ്ഥർ പറയുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞത് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അത് വേറെ ജീവഹാനിയൊന്നും സംഭവിക്കുന്ന ഒന്നല്ല. അങ്ങനെ ചിലപ്പോൾ വരാറുണ്ട്. പക്ഷേ അതുകൊണ്ട് ജീവഹാനിയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തില്ല. പക്ഷെ നമ്മളെല്ലാം പറയുന്ന ഭാഷകൾ ചിലപ്പോൾ പല രീതിയിലായിരിക്കും. അത് പറയേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അവർക്ക് വിഷമമുണ്ടായി. ഈ ഉപകരണം വയറ്റിൽ തങ്ങിപ്പോയപ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അതല്ലേ അവർ ചികിത്സ തേടിപ്പോയത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.